കേരളത്തിലെ ക്ഷേത്ര ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതി ചേർത്ത വെളുന്നല്ലൂർ രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വെളുന്നല്ലൂർ വയൽവാണിപ്പൂവും കാളവേൽ വാർഷിക ഉരുമേളയും ഇത്തവണയും വ്യത്യസ്ത അനുഭവമായി. നാലാ ദിക്കുകളിൽ നിന്നും പതിനായിരങ്ങളാണ് വയൽവാണിപ്പ് മേളയിലേക്ക് ഒഴുകിയെത്തിയത്. വീട്ടു ഉപകരണങ്ങൾ മുതൽ നടീൽ വിഭവങ്ങളടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾ കൂട്ടമായെത്തി. പുലർച്ചെ 4 മുതൽ അഭൂതപൂർവമായ തിരക്കാണ് മേളയിൽ അനുഭവപ്പെട്ടത്. കേരളത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ വെളുന്നല്ലൂർ ശ്രീരാമക്ഷേത്രത്തിലെ രോഹിണി ഉത്സവത്തിന്റെ ഭാഗമായാണ് നൂറ്റാണ്ടുകളായി വയൽവാണിപ്പ് മേള നടക്കുന്നത്. ഇത്തിക്കരിയാറിന്റെ തീരത്തെ മനോഹരമായ ക്ഷേത്ര പരിസരത്താണ് വയൽവാണിപ്പ് മേള. ഇതിനോടൊപ്പം തെക്കിയവയൽ കാളച്ചന്ത എന്നു പേരുകേട്ട ഉരുവാണിപ്പ് നടക്കുന്നത് സമീപത്തെ ചരിത്ര പ്രാധാന്യമുള്ള കാളവേൽ ഗ്രാമത്തിലെ തെങ്ങിൻതോപ്പിലാണ്. ഒരു കാലത്തെ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലുകളാണ് വെളുന്നല്ലൂർ വയൽവാണിപ്പ് മേളയും കാളവേൽ കാളച്ചന്തയും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാളവാണിപ്പത്തിന്റെ ഓർമ്മ നിലനിർത്തി കാളവേൽ ഗ്രാമവാസികളുടെ കൂട്ടായ്മയിൽ കാളക്കൂറ്റന്റെ മനോഹരമായ പ്രതിമയും കാളവേൽ കവലയിൽ ഉത്സവത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചു. വെളുന്നല്ലൂർ വയൽവാണിപ്പത്തോടനുബന്ധിച്ച് നടക്കുന്ന മതമൈത്രിയുടെ പ്രതീകമായ ക്ഷേത്ര പരിസരത്തെ മത്സ്യക്കച്ചവടം കേരളത്തിൽ മറ്റൊന്നുമില്ല തന്നെ. ഗോത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോടും കൂടിയാണ് രോഹിണി വയൽവാണിപ്പത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ. ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായി കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ നിലനിർത്തി വെളുന്നല്ലൂർ വയൽവാണിപ്പത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് കേരളം, മതസൗഹാർദ്ദത്തിന്റെ കേരളം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അടുത്ത ദിവസങ്ങളിലായിരുന്നല്ലോ ഈദ് ഉൽ ഫിത്തർ. അന്ന് ഇന്ത്യയുടെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും നിസ്കരിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. നിസ്കരിക്കാൻ അനുവദിച്ചില്ല, പള്ളിക്ക് ലോക്കിട്ട് അതിൽ കയറാൻ അനുവദിച്ചില്ല. അങ്ങനെയൊക്കെ ഇസ്ലാം ഹൈന്ദവ സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കണം കേരളം. ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും അതിനെപ്പോലെയുള്ള മതവിശ്വാസം ഇല്ലാത്ത ആൾക്കാരും എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ ജനകീയ ഉത്സവത്തിൽ പങ്കെടുക്കുകയാണ്. രാവിലെ തന്നെ ഇസ്ലാം മതവിശ്വാസികളായ സഹോദരന്മാർ ഇവിടെ മീൻ കച്ചവടത്തിനകത്ത് വന്നിട്ടുണ്ട്. ഒരു അമ്പലത്തിന് മുമ്പിൽ മീൻ കച്ചവടം നടത്തുക. വടക്കേ ഇന്ത്യക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉത്സവം അല്ലെങ്കിൽ കൂടിയും 365 ദിവസവും മത്സ്യ കച്ചവടവും മാംസ കച്ചവടവും നിരോധിച്ചിരിക്കുന്ന ഒരു ഇന്ത്യ ഉണ്ട്. അവിടെയാണ് ഇവിടെ എല്ലാവരും വന്ന് മീൻ വാങ്ങിക്കുന്നു. ഞാനും വാങ്ങിച്ചു ചൂരമീൻ അവരുടെ കയ്യിൽ നിന്ന് മീൻ വിൽക്കുന്നു, ഓരോ സാധനങ്ങളും വിൽക്കുന്നു. ഓരോരുത്തരെയും സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും കഴിഞ്ഞുകൂടുന്നു. ഇതാണ് കേരളം, ഇതാണ് കേരളത്തിന്റെ ഉത്സവം. കേരളത്തിൽ കുറച്ച് ശ്രീരാമക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട തെക്കൻ കേരളത്തിലെ ശ്രീരാമക്ഷേത്രമാണ് ഇത്. ഇതിന്റെ ഒരു ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറയുന്നത് ഇളംകുളം കുഞ്ഞിപ്പിള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഉണ്ണുനീലി സന്ദേശം പോലെയുള്ള വലിയ പുരാതനമായ ഗ്രന്ഥങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷകത്വം തോന്നിയത് ഇവിടെ സാധാരണ മനുഷ്യന്റെ ദളിതരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ദൈവമുണ്ട് ഈ ശ്രീരാമക്ഷേത്രത്തിന് ഉള്ളിൽ തന്നെ. ചിന്തളയപ്പൻ എന്നാണ് ആ ദൈവത്തിന്റെ പേര്. ചിന്തളയപ്പനെ ആരാധിക്കുന്നവരാരാണ്? വളരെ പാവപ്പെട്ട ദളിത് സമൂഹത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അതുമാത്രമല്ല, ഈ രോഹിണിയുടെ തലേന്ന് ദളിത് സമൂഹക്കാർ ഈ അമ്പലത്തിന് മുമ്പിൽ നിന്ന് അവരുടെ പ്രാചീനമായ വാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പാട്ടും തലയാട്ടവും മുടിയാട്ടവും ഒക്കെ ഇതിന്റെ ഒരു സവിശേഷതയാണ്. തീർച്ചയായിട്ടും ഇപ്പോ തലശ്ശേരിയിലെ ശ്രീരാമക്ഷേത്രത്തിൽ എല്ലാ ആളുകൾക്കും പ്രവേശനം ഇല്ലായിരുന്നത് കൊണ്ടാണ് നാരായണ ഗുരു എല്ലാവർക്കും പ്രവേശനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചത് നമുക്കറിയാം. അതുമാത്രമല്ല, ഇടക്കാലത്ത് നബീസാവുമാൾ അവിടെ പ്രസംഗിക്കാൻ പോയ സമയത്ത് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് പോലും അവിടെ അവർ വെച്ചു. പക്ഷെ അതെല്ലാം മാറ്റിയിട്ട് എല്ലാ ജനങ്ങൾക്കും ഒന്നിച്ച് ഉത്സവം ആഘോഷിക്കാനുള്ള വിശ്വാസമൊക്കെ ഇരിക്കട്ടെ. എനിക്ക് വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. വിശ്വാസമുള്ളവർക്കും വിശ്വാസം ഇല്ലാത്തവർക്കും എല്ലാം ഒരു ജനകീയമായ കാർഷിക വിഭവങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്ന ഒരു ജനകീയ ഉത്സവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പൗരാണികമായിട്ടുള്ള ഈ ക്ഷേത്രം തീർച്ചയായിട്ടും ഒരു ചരിത്ര ഗവേഷകർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. എല്ലാ വർഷവും മെയ് മാസത്തിലെ രോഹിണി നാളിൽ ഇവിടെ നടക്കുന്ന ഈ മത്സ്യ കച്ചവടവും ബാക്കിയുള്ള അനുബന്ധ കച്ചവടങ്ങളും. നാനാജാതി മത്സരം പങ്കെടുക്കുന്ന ഒരുപാട് ചടങ്ങുകൾ പരമ്പരാഗതമായിട്ടിവിടെ നടന്നു വരികയാണ്. എല്ലാ ജാതി മത്സരം ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് ഒരേ മനസ്സായി ഒരുപോലെ ഈ അമ്പലത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്ത്
സാധനങ്ങൾ വാങ്ങി നിറമനസ്സോടെയാണ് തിരിച്ചു പോകുന്നത്. പണ്ട് കാലത്ത് കാർഷിക വൃത്തി ഗംഭീരമായി നടക്കുന്ന സമയത്ത് കൂട്ടുകാളന്മാരും വണ്ടിക്കാളന്മാരും വണ്ടിക്കാളകളും വണ്ടികളും ഒക്കെ ആയിട്ട് വന്ന് തമ്പടിച്ചു കിടന്ന് കച്ചവടം നടത്തുന്ന സമയമുണ്ടായിരുന്നു. കച്ചവടത്തിന്റെ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇന്നും ഈ രോഹിണി കച്ചവടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കുടുംബവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു സ്ഥലമാണ് വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രവും അനുബന്ധമായ കച്ചവടങ്ങളും. എന്റെ കുടുംബത്തിന്റെ ഉന്നമനത്തിന്റെ ഒരു തുടക്കം തന്നെ വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 60 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ കുട്ടിക്കാലത്ത് പോലും ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും മതസൗഹാർദ്ദത്തിന് പേര് കേട്ട കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രാവീണ്യമുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് ഇവിടെ നിലനിർത്തി പോകുന്നത്. ഈ സാഹോദര്യം നിലനിർത്തുന്നതിന് കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം. അത് മേടിച്ച പിന്നെ ഇനി വീട്ടിൽ പോകാൻ പറ്റുമോ? Subscribe to my channel and also press this bell icon.